സ്റ്റോൺ കോട്ടൺ റൂഫിംഗ് ഷീറ്റ്, അതാണ് മെറ്റീരിയൽ. ലൈഫ് ടൈം നോ മെയിൻ്റെനൻസ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇവിടെ സാമ്പിൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആർക്കും ഇവിടെ ഒന്ന് വളച്ചു നോക്കാം, ഞാൻ അഭിനയിക്കുന്നതല്ല. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് അടിയിൽ കമന്റ്. തൊടുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു റേഡിയേഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. നോർമലായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, കാറ്റടിച്ചത് മാറിപ്പോവാണെങ്കിൽ വീടടക്കം പറഞ്ഞില്ല. ഷീറ്റിന്റെ സെന്ററിൽ കൂടെയാണ് പുള്ളി നടക്കുന്നത്. അപ്പൊ നമുക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആണ് നമുക്ക് ഒന്ന് ചവിട്ടി നോക്കാം. ഇത് കണ്ടോ. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ റൂഫിംഗ് മെറ്റീരിയലുമായിട്ട് സംബന്ധിച്ചൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര അൾട്രാ മോഡേൺ മെറ്റീരിയൽ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, കാരണം ഇതിനകം ഇത്തരത്തിലുള്ള ഒത്തിരി മെറ്റീരിയലുകൾ മറ്റു വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ചൂടും കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള പല സൈറ്റുകളും ഞാൻ പോയി നോക്കി. അതിന് ശേഷം എനിക്ക് ഒത്തിരി, അതായത് നല്ല രീതിയിൽ ഹീറ്റൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സ്റ്റോൺ കോട്ടൺ റൂഫിംഗ് ഷീറ്റ്, അതാണ് മെറ്റീരിയൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുഴുവനായിട്ട് ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ ആർക്കിടെക്ട് ഷിനു, ആർട്ടിഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റൂഫിംഗ് മെറ്റീരിയലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ റൂഫിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന് വേണ്ട പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്ട്രക്ചറിനെ മുഴുവനായിട്ട് ഒരു കുട ചൂടിയതുപോലെ നമ്മുടെ സ്ട്രക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് റൂഫിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചറിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു എയ്സ്തെറ്റിക്സിനെ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ആ എലിവേഷൻ്റെ ഒരു ബ്യൂട്ടീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് നമ്മുടെ ഈ റൂഫിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എയ്സ്തെറ്റിക്കലി അത് നല്ല രസമുള്ള, നല്ല ടെക്സ്ചറും നല്ല കളറും ഒത്തിരി അവൈലബിലിറ്റീസ്, നമ്മുടെ ഒരു ഡിസൈൻ അനുസരിച്ചിട്ട് ഒത്തിരി അവൈലബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു സാധനമായിരിക്കണം. അതുപോലെ തന്നെ അതൊരു സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡ് ലോഡ് വരാം, കാറ്റടിക്കാം, കാറ്റത്ത് പാറി പോകാൻ പാടില്ല. മഴയും വെയിലൊക്കെ തട്ടുന്ന സമയത്ത് അതിനെ ഭംഗിയായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുക, ഇപ്പോൾ പലപ്പോഴും പണ്ട് നമ്മൾ ഓടിട്ട വീടൊക്കെ ആണെങ്കിൽ തേങ്ങ വീണ് പൊട്ടുക അല്ലെങ്കിൽ മാങ്ങ വീണ് പൊട്ടുക എന്നുള്ള സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. പണ്ടത്തെ പോലെയല്ല, നമുക്ക് റെഗുലർ ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വളരെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. ഇത്രയും ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മുടെ റൂഫിംഗ് മെറ്റീരിയലിന് വേണം. അപ്പോൾ നമ്മുടെ ഈ ഡോക്ടൈൽ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈലിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫൈസൽ കുടിക്കുക നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ ആക്ച്വലി ശരിക്കുള്ളത് ഇപ്പോൾ കൊച്ചിയിൽ കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മൾ ശരിക്കും കാലിക്കറ്റിൽ ഫൈസൽ കുടുക്കി, അന്ന് പുള്ളീനെ കണ്ടിട്ടില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാനൊരു ഷോറൂമിൽ ഞാനൊരു വിസിറ്റിന് പോയ സമയത്ത് ഞാൻ ഈ ഒരു മെറ്റീരിയൽ കണ്ട് അന്ന് നമ്മൾ റീലൊക്കെ ചെയ്തിട്ട് ഒത്തിരി ആൾക്കാർ നല്ലൊരു വ്യൂവേഴ്സ് കണ്ടിരുന്നു. പക്ഷെ അന്ന് നമ്മളിതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ബേസിക് ആയിട്ട് സിംഗാലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നിങ്ങൾ എവിടുന്നാണ് ഇത് കൊണ്ടുവരുന്നത്? ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇത് എന്ത് മെറ്റലാണ്? ഇത് കൊറോസീവ് മെറ്റീരിയലാണോ അല്ലെങ്കിൽ എന്താണ് ഈ സിങ്കാലത്തിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ള കോട്ടിങ് എന്താണ്? ഇതെന്നെ ഒറ്റ ചോദ്യത്തിൽ ചോദിച്ചതാണ്. ഇതെല്ലാം ഫാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞെടുക്കാം. അല്ല, നമ്മളിപ്പോൾ ഈ ഡോക്ടൈലാണ് ഇതിൻ്റെ ബ്രാൻഡ് നെയിം, ഡോക്ടൈൽ സ്റ്റോൺ കോട്ടഡ് ടൈൽ. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ കേരളത്തിൽ 8 വർഷമായി ചെയ്യുന്നുണ്ട്. 8 വർഷമായിട്ട്? അതെ, നമ്മൾ 2007 മുതൽ റൂഫിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്. ശരി. നമ്മൾ ഈ സ്റ്റോൺ കോട്ടഡിലേക്ക് കടന്നിട്ട് ഇപ്പോൾ ഒരു 8 വർഷമായി. ശരി. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്റ്റോൺ കോട്ടഡ് ടൈൽ. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റ് കുറച്ചുകൂടി ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭംഗി തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒത്തിരി ടെക്സ്റ്റേഴ്സ് ഉണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം. അതെ, ഇവിടെ ഇത്രയും ഡിസൈൻസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺസ് ഇതിൽ റൂഫിങ്ങിൽ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം നോ മെയിൻ്റെനൻസ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഒരു വീട് വെക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് റൂഫിംഗ് മെറ്റീരിയൽ ചൂസ്. അതെ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ. അത് എന്തായാലും മെയിൻ്റെനൻസിന് വേണ്ടി ഒരുപാട് കോസ്റ്റ് നമ്മൾ വർഷത്തിൽ ചിലവാക്കേണ്ടി വരും. ഇതാകുമ്പോൾ സീറോ മെയിൻ്റെനൻസ് ആണ്. ഒരു പ്രാവശ്യം വൺസ് നമ്മൾ സീറോ മെയിൻ്റെനൻസ് പറയുമ്പോൾ നമ്മൾ വാറണ്ടി എന്തെങ്കിലും ഓഫർ ചെയ്യും? വാറണ്ടി 50 years വാറണ്ടി പ്രോഡക്റ്റ് ആണ്. 50 years 50. ഞാൻ പറഞ്ഞൊരു കാര്യം, തീർച്ചയായിട്ടും നമ്മൾ മുമ്പത്തെ വീഡിയോസ് ഒക്കെ പറയാറുണ്ട്. അതായത് 50 years അല്ലെങ്കിൽ 25 വർഷം വാറണ്ടി എന്നൊക്കെ പറയുമ്പോൾ കമ്പനിയുടെ ഒരു ക്രെഡിബിലിറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായും എനിക്കും ഒരു ചെറിയ ഷോപ്പ് ഇട്ടിട്ട് 50 വർഷം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് ക്രെഡിബിലിറ്റി ഇല്ല. 5 വർഷം കഴിഞ്ഞാൽ ഞാനും പ്രൊഡക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ റൂഫിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആളെന്ന് പറയുന്ന സമയത്ത് അതൊരു
മാത്രമല്ല നമ്മളിപ്പം ഇത് ന്യൂസിലാൻഡാണ് ഇതിന്റെ മെയിൻ ടെക്നോളജി ആദ്യമായിട്ട് വന്നത്. അപ്പം ഫുള്ളി അതെ, ഇതിപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് മലേഷ്യയിൽ നിന്നാണ്. ന്യൂസിലാൻഡാണ് ഇതിന്റെ ടെക്നോളജി 100% ന്യൂസിലാൻഡ് ടെക്നോളജിയിൽ വരുന്ന ഒരേ ഒരു ബ്രാൻഡ് ഡോക്ടറിൽ മാത്രമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ. അപ്പോൾ ഇത് ഒരു 50 വർഷത്തിൽ കൂടുതലായി ന്യൂസിലാൻഡ്, പിന്നെ അതുപോലെ യൂറോപ്യൻ കൺട്രീസിലും US അവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലൈമറ്റിനും ഇത് ഇവിടുത്തെ ക്ലൈമറ്റിന് അതെ 90ഓളം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു റൂഫിംഗ് മെറ്റീരിയലാണ് ഇത്. ഇതിന്റെ ആ ഒരു സിങ്കാലം എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത്, അതായത് ഇത് ഒരു കാലത്തും ഇത് റെസ്റ്റ് പിടിക്കില്ല, തുരുമ്പെടുക്കില്ല. അതിന്റെ അതായത് ഇത് സിങ്കാലും കോട്ടിങ്ങിലാണ് വരുന്നത്. ഡിപ്പ് ചെയ്ത് ഹോട്ട് ഡിപ്പ് ഒക്കെ ചെയ്ത് വരുന്ന പോലെ അതെ ഫുൾ ഡിപ്പ് ചെയ്ത് അതെ, ഒരു കാലത്തും ഇത് തുരുമ്പെടുക്കില്ല. ഇതിപ്പോ നമുക്ക് കോസ്റ്റൽ ഏരിയ ഏത് ഏരിയയിൽ ചെയ്ത് കഴിഞ്ഞാലും ഇതിന് ലീക്കിന്റെ പ്രശ്നങ്ങളോ അതുപോലെ തുരുമ്പോ അതുപോലെ കാറ്റത്ത് പറന്നു പോവുക അങ്ങനെ യാതൊരുവിധ മെയിൻ്റെനൻസോ പ്രശ്നങ്ങളോ ഇതിനില്ല. പിന്നെ എൻ്റെ അടുത്ത സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഷിംഗിൾസ് ഇല്ലേ, ഷിംഗിൾസ് എടുത്തു കഴിഞ്ഞാലും ഇതേപോലെയൊക്കെ തന്നെയുള്ള എന്താ പറയുക ഗ്രാനുവൽസ് ആണ് അതിലും കാണുന്നത്. അപ്പൊ അത് സെയിം സാധനം തന്നെയാണോ അതിനകത്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രാനുവൽസ്? അല്ല, ഗ്രാനുവൽസ് ആണ് രണ്ടിലും വരുന്നത്. പക്ഷെ അത് ബിറ്റുമിൻ ബേസ് ആണ്. ഇത് ശരിക്കും സിങ്കാലും ബേസ് ആണ്. കാരണം ഇതിൽ അതിനേക്കാളും സ്ട്രോങ് ആയിട്ടാണ് ഈ സ്റ്റോൺ പതിച്ചിരിക്കുന്നത്. ഇത് നാച്ചുറൽ ആണോ സ്റ്റോൺ? ഇതിലൊരു 70% നാച്ചുറൽ ഗ്രാനുവൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കാരണം നമുക്ക് ഈ ചൂട് കുറയാനുള്ള സാധ്യത. സിങ്കാലും ഈ പറയുന്ന ഗ്രാനുവൽസും ആണ് എനിക്ക് സൈറ്റിൽ പോയപ്പോൾ ഇതിനകത്ത് ചൂട് റേഡിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ അതൊക്കെ ആയിരിക്കും അതിന്റെ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ചൂടില്ല, മെയിൻ്റെനൻസ് ഇല്ല, പിന്നെ ഇതിന്റെ ഭംഗി. അതെനിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെ. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു കോസ്റ്റ് പാർട്ട് നമുക്ക് കോസ്റ്റ് ഇപ്പം ഇതിന് 135 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ്. അതെ, പെർ സ്ക്വയർ ഫീറ്റ്. ഇപ്പൊ റൂഫിംഗിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ 70 rupees മുതൽ ഓപ്ഷൻസ് ഉണ്ട്. സെറാമിക് ടൈൽ ഉണ്ട്, പിന്നെ ഷിംഗിൾസ് ഉണ്ട്, പിന്നെ അങ്ങനെ സ്ക്വയർ ഫീറ്റിന് 130 എന്ന് പറയുമ്പോഴേക്കും ഇത് ശരിക്കും എത്ര നീളം? ഇത് ഒരു ടൈൽ 6 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന്റെ പ്രൈസ് 135 മുതൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഇപ്പൊ ഒരു സെറാമിക് ടൈൽ ചെയ്തു വരുമ്പോൾ ഫ്രെയിം വർക്ക് ചെയ്തു, ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 250 അറൗണ്ട് ആ ഒരു റേഞ്ചിൽ വരും. ആ ഒരു കോസ്റ്റ് ഇതിന് വരുന്നുള്ളൂ. അതായത് നമ്മൾ സാധാരണ സെറാമിക് ടൈലോ അല്ലെങ്കിൽ നോർമൽ ടൈലോ അല്ലെങ്കിൽ സിമെന്റ് ടൈലോ ഇത്തരത്തിലുള്ള ടൈലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ റാഫ്റ്റേഴ്സ്, അതായത് കഴുക്കോലുകൾ നമ്മൾ അധികം ഒരു 90 സെന്റിമീറ്റർ ടു 4 ഫീറ്റിക്കൊന്നും പോകില്ല. വെയിറ്റുള്ള ടൈലാണെങ്കിൽ 90 സെന്റിമീറ്റർ റേഞ്ചിലാണ് നമ്മൾ കഴുക്കോലിടുക. പർലിംഗ് ഓടിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് 30 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 30 സെന്റിമീറ്ററോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പോവുക. അതുപോലെ അപ്പോൾ അതിന്റെ ഒരു സൈസ് കൂടെ പറയാം. ഇപ്പോൾ 2 ലെയർ ഒക്കെ ഓട് ഇടുന്നതാണെങ്കിൽ നമ്മളൊരു 4x2 ഒക്കെ സൈസുള്ള പർലിംഗ് റാഫ്റ്റർ ആയിരിക്കും പോകുന്നുണ്ടാവുക. 1 inch by 2 inch സൈസ് ഒക്കെ ഉള്ള റാഫ്റ്റേഴ്സ് ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ഇതൊക്കെ ഇത് തന്നെ ഒരു ലോഡാണ്, ഇതിന്റെ ഒരു വെയിറ്റും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഈ ഷീറ്റ് നിങ്ങൾ ലൈറ്റ് വെയിറ്റ് ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഇത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും. അതിലായിരിക്കും അതെ. അതായത് നമ്മളിപ്പോ ഒരു ഓടിലേക്ക് പോവാണെങ്കിൽ അറൗണ്ട് ഒരു 3 മുതൽ 4 കിലോ വരെ വെയിറ്റ് വരുന്നുണ്ട്. ഇതിന് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു 500 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. ശരി, മൊത്തം ഇതിന് എത്ര വെയിറ്റ് വരുന്നുണ്ടാവും? ഇത് ഒരു ടൈല് 3 കിലോ വരും. 3 കിലോ 6 സ്ക്വയർ ഫീറ്റിന് 3 കിലോ അത്ര വെയിറ്റ് വരുന്നുള്ളൂ. ശരിക്കും ലൈറ്റ് വെയിറ്റ് ആണ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റൂഫിംഗ് മെറ്റീരിയലും കൂടിയാണ്. അതെ, ശരി. അപ്പോ ഇതിന്റെ ഒരു സ്പേസിംഗ് എങ്ങനെ ചെയ്യേണ്ടി വരും? ഇതിന്റെ കഴുക്കോല് ഇത് റാഫ്റ്റർ നമുക്ക് ഒരു 1.5 മുതൽ 1.80 മീറ്ററിന്റെ ഇടയിൽ 1.80. അതെ. അപ്പോൾ 6 അടി ഗ്യാപ്പിൽ അത്രയും. അതെ, അത് മതി. ഇതിന്റെ പർലിംഗ് ചെയ്യുന്നത് പർലിൻ നമുക്കൊരു 368. അത് ഇതിന്റെ സൈസ് 368. അതും ഓടിനേക്കാളും അതിന്റെ സൈസ് 1 ഇഞ്ച് സ്ക്വയർ പൈപ്പ്. 1 ഇഞ്ച് സ്ക്വയർ പൈപ്പ്. 1 ഇഞ്ച്. റാഫ്റ്റർ ആണെങ്കിൽ 3/1.5. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ കാൽക്കുലേഷനിൽ കോസ്റ്റ് കുറയുന്നത് ഇതിന്റെ സ്ട്രക്ചറൽ വർക്കിൽ നല്ല രീതിയിൽ കോസ്റ്റ് കുറക്കാൻ പറ്റും. കാരണം വെയിറ്റ് കുറവാണ്. 3/1 ഒക്കെ മതിയാവും. 3/1.5 ആണ് നോർമലി. ശരി. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ ഈ രീതിയിൽ ആലോചിക്കാം. നമ്മളൊരു 70 രൂപ അല്ലെങ്കിൽ 80 രൂപയുടെ ഒക്കെ ഒരു സെറാമിക് ടൈലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിമിലർ കോസ്റ്റ് ഒക്കെ തന്നെയായിരിക്കും. ഓവറോൾ ആ ഒരു ഇതിന്റെ വർക്കൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും? നിങ്ങൾ തന്നെ നമുക്ക് ഇന്ത്യയിലെ എല്ലായിടത്തും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് സ്ട്രക്ചർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫ്രെയിം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ടീം ഉണ്ടെങ്കിൽ അത് ആ രീതിയിലും ചെയ്യാം, 2 രീതിയിലും ചെയ്യാം. ശരി, ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഡോക്ടൈൽ സ്റ്റോൺ കോട്ടഡ് ടൈലിന്റെ ഒരു സൈസ്. നേരത്തെ നമ്മൾ പറഞ്ഞു 1.35. ഓക്കെ,
ഇതിന് 3 കിലോ ഉണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നമുക്ക് ഇത്രയും ഗ്രിപ്പ് പിടിക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ആ പറയുന്ന ഒരു 3 കിലോ ഫീൽ ചെയ്തില്ല. അതിലും ലൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞത് കണ്ടു, ഇതിൻ്റെ ഒരു പ്രൊഫൈൽ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന ഒരു മടക്കൊക്കെ വന്ന് ഇതിങ്ങനെ തിരിച്ച് വരും. അപ്പോൾ റൂഫ് നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത ഇത് പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടാവുക. കറക്റ്റായിട്ട് സൈറ്റിൽ നിന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. കണ്ടോ, ഈ രീതിയിൽ നമ്മുടെ സിംഗാലം കോട്ടഡ് ഷീറ്റ്. ഇതിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. കണ്ടോ, ചെറിയ ഗ്രൂവ്സ്, വലിയ ഗ്രൂവ്, ചെറിയ ഗ്രൂവ്സ്, വലിയ ഗ്രൂവ്സ്. അതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അത് നേരെ പുറം സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാനുവൽസ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കിനി ഉറപ്പായിട്ട് നമുക്ക് റൂഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി വരിക ബാർജ് പ്രൊഫൈൽസ് ഉണ്ട് അല്ലേ? ബാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഫിന്റെ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള സൈഡിൽ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാനുള്ളതാണ് ബാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഫൈൽ ഇവരുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് റിഡ്ജ് അല്ലേ? റിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റൂഫ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ വരുന്ന പോർഷനാണ് റിഡ്ജ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ റിഡ്ജ് സെക്ഷൻസ് അല്ലെങ്കിൽ പ്രൊഫൈൽ ഈ രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വാലി, അതായത് ഇങ്ങനെ കോർണറൊക്കെ വരുന്ന സമയത്ത് വരുന്ന പോർഷനാണ് വാലി എന്ന് പറയുന്നത്. അപ്പോൾ വാലീൻ്റെ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ എഡ്ജിൽ ക്യാമറ ഒന്ന് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എഡ്ജിൽ ഇങ്ങനെ ഒരു കട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരാനുള്ള, അകത്തേക്ക് സ്പ്ലാഷ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലേ? ഇങ്ങനെയാണ് വാലി സെക്ഷൻസ് വരുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. നിങ്ങൾ 8 വർഷമായിട്ട് മാർക്കറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഡോക്ടൈൽ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഈ സെയിം പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡോക്ടൈലിന്റെ, അതായത് റൂഫിംഗിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടൈൽ അല്ലാതെ വേറെയും സ്റ്റോൺ കോട്ടഡ് ടൈല് മാർക്കറ്റിലുണ്ട്. അതെ, അതിൽ പല ബ്രാൻഡുകളുണ്ട്. ഡോക്ടൈൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന അതിന്റെ ക്വാളിറ്റിയിലാണ്, അതിന്റെ സ്ട്രെങ്ത്, പിന്നെ അതുപോലെ അതിന്റെ ഗ്രാനുവൽസിന്റെ ക്വാളിറ്റി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഇപ്പം ഇങ്ങനെ ഇപ്പോൾ സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് ഇപ്പോൾ ഈ ഡോക്ടൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ബ്രാൻഡിങ് വല്ലതുണ്ടോ? നമുക്ക് ബ്രാൻഡിങ് ഉണ്ട് ഇതിനകത്ത്. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നമുക്കത് ഒന്നുമില്ല, ജസ്റ്റ് ഡോക്ടൈൽ ചെയ്തൊരു സൈറ്റും വേറെ ബ്രാൻഡുകൾ ചെയ്ത സൈറ്റും അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് ക്ലിയർ ആയിക്കോളും. ഇതിപ്പം ഡോക്ടൈലും പിന്നെ അതുപോലെ വേറെ ബ്രാൻഡും ഉണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ ബ്രാൻഡ്, 2 ബ്രാൻഡുകളാണ്. അതെ, ഇത് സ്ട്രെങ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് വലിയ വ്യത്യാസം കാണാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആകെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയ സൈസ്, പിന്നെ ഗ്രാനുവൽസിന് വ്യത്യാസമുണ്ട്. അത് സൈറ്റിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പക്ഷെ വേറെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് നോക്കിയിട്ട് പ്രത്യേകിച്ച് അതെ മനസ്സിലാവില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു നോക്കുക, അതിന്റെ സ്ട്രെങ്ത് ഒന്ന് അവിടെ ഈ രീതിയിൽ ഈസി ആയിട്ട് ഇതൊന്ന് വളച്ചു നോക്കി. ഇത് നിങ്ങളതല്ലാന്നാണോ പറയുന്നത്? അതെ വളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വളച്ചു നോക്കി. ഇതിനിപ്പോ എന്താ, ഇത് വളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അഭിനയിക്കാന്ന് പറയും. ഒന്ന് നോക്കിയോ, ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇല്ല, വളയിലില്ല. ഇല്ല, നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കേണ്ടി വരില്ല. ഇത് ഒരു പീസ് ഞാൻ ഒരു കാര്യം കൂടെ, ഇത് ഇവിടെ സാമ്പിൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആർക്കും ഇവിടെ ഒന്ന് വളച്ചോക്കാം. ഞാൻ അഭിനയിക്കുന്നതല്ല. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് അടിയിൽ കമന്റ്. അപ്പോൾ ആ ഒരു വ്യത്യാസം. അപ്പോൾ ഇതെന്താ മെറ്റീരിയൽ? ഇത് സ്റ്റോൺ കോട്ടഡ് തന്നെ. ഡോക്ടൈലിന്റെ സ്ട്രെങ്ത് ആണ് ഞാനിപ്പോ കാണിച്ചത്. ശരി, അപ്പോൾ അതിന്റെ ഗേജിലുള്ള വ്യത്യാസമാണ് മെയിൻ വരുന്നത്. അതെ. ഇതിലിപ്പം ഈ പ്രൊഫൈലിന് പറയുന്നത് റോയൽ എന്നാണ്. റോയൽ, ഈ കളറ് ഗ്രേ കളർ. ശരി, അപ്പൊ റോയൽ ഗ്രേ എന്ന് പറയുന്നത് ഒരു ഷിംഗിൾസിന്റെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ഡിസൈൻ ഒക്കെ പോലെയാണ്. ആ ഒരു ഡിസൈനാണ് ഇത്. ഇതും റോയൽ തന്നെ. ഇതിന്റെ ചാർക്കോൾ കളർ. ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടൊരു കാര്യം കൂടെ ചോദിക്കാം. നമ്മൾ ഇതിന്റെ ഒരു ആംഗിൾ എത്രയാണ് നമുക്ക് മിനിമം നമ്മൾ ഒരു 25 ഡിഗ്രി സ്ലോപ്പ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ലതാണ്. അതെ, കേരളത്തിന്റെ മഴയിൽ അതാണ് സേഫ്. ശരി, എനിക്കാണ് വെള്ളം ഒഴിഞ്ഞു പോകാനായിട്ട് ചെറിയ ചെറിയ ഡ്രൈനേജ് ഒക്കെ ഇതിനകത്തുള്ളത് കൊണ്ട്. അതെ, റൂഫിംഗിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇത്. മിനിമം ഏറ്റവും, കാരണം ഇതിനകത്ത് കൂടെ ലീക്ക് ആവില്ല. കാരണം ഷീറ്റ് ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ലീക്ക് വരില്ല. ഓടൊക്കെ ആകുമ്പോൾ സ്ലോപ്പ് കുറഞ്ഞുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ തിരിച്ചൊക്കെ വെള്ളം തീർച്ചയായും വരും. ഇതിൽ തിരിച്ചു വെള്ളം കയറില്ല, കാരണം ഈ ഷീറ്റ് നേരെ മടങ്ങി ഇങ്ങോട്ടൊക്കെ നിൽക്കണമെന്നുള്ളത്. തിരിച്ചു കയറാനുള്ള ഓപ്ഷൻ ഞാൻ അതുകൊണ്ട് ചോദിച്ചത് റൂഫിംഗ് ആംഗിൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ തന്നെ പല കളേഴ്സ് ആണ്. ഇതിന്റെ തന്നെ ഇതൊക്കെ ഒരു മോണോ കളറാണ്. ഇവിടെ വന്നപ്പോഴേക്കും ഇതിനകത്ത് ചെറിയ ഷെയ്ഡ്സ് ഒക്കെ വരും. ഡബിൾ ഷെയ്ഡ് ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ വേറൊരു ഡിസൈൻ. ഇത് ഷേക്ക് പ്രൊഫൈലാണ്. ലൈൻ ആയിട്ടുള്ള ചെറിയൊരു ഡുവൽ ഷെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട്. യൂറോപ്യൻ ഒരു ഫീല്, റൂഫിന്റെ ഫ്ലാറ്റ് ടൈലില്ല ആ ഒരു ഫീൽ. ഈ സെയിം സാധനം തന്നെ പല കളറിലും, പല കളേഴ്സിലുണ്ട്. എല്ലാ കളേഴ്സിലും അവൈലബിൾ. ഇവിടെ ഒരു ഡിഫറെന്റ്, ഇത് വേറെ നമ്മുടെ ആ റൂഫ് ടൈലിന്റെ ഒക്കെ തന്നെ റോമൻ പ്രൊഫൈൽ. അത് റോമൻ ടൈൽ. ഇതും എനിക്ക് വേറെ ക്ലാസിക് പ്രൊഫൈലാണ്. ഇതിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡബിൾ ഷെയ്ഡ്സ് ഉണ്ട്. ശരി, എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തത് സൈറ്റിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ എന്തെങ്കിലും ടെസ്റ്റിംഗ് ഒക്കെ, ഇതിന്റെ സൗണ്ട് ടെസ്റ്റ് നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ശരി, നമ്മൾ ആദ്യത്തെ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടൈൽ സ്റ്റോൺ കോട്ടഡ് ടൈലും അതുപോലെ തന്നെ നമ്മുടെ GI ഷീറ്റ് ഇവിടെ വെച്ചിട്ട്
നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു പ്രഷർ പമ്പ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ അടിച്ചു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ സൗണ്ടിന്റെ ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കാം. അടിച്ചോളൂ. ഏകദേശം GI ഷീറ്റിന്റെ മുകളിൽ വരുന്നൊരു സൗണ്ടും ഇതിൽ വരുന്നൊരു സൗണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേറൊരു ആലോചന വന്നതാണ്. ഇതിങ്ങനെ അടിക്കുന്ന സമയത്ത് ഇത് പൂപ്പൽ പിടിക്കുന്ന ഒരു സ്ഥിതി എന്തായിരിക്കും? പൂപ്പൽ പിടിച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും, കാരണം ഷിംഗിൾസ് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് മരത്തിന്റെ താഴെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരത്തിന്റെ ചില്ലൊക്കെ മുകളിലേക്ക് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം ഒറ്റുന്ന ആ ഭാഗത്ത് മാത്രം ഒരു പ്രത്യേക ഒരു തരം പൂപ്പൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനുള്ള എന്തെങ്കിലും മാർഗം നമുക്ക് ഉണ്ടോ? അല്ല, ഇതിൽ ഓൾറെഡി പൂപ്പൽ വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു കോട്ടിംഗ് ഉണ്ട് മേലെ. ഇതിന് മേലെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാലും ഒരു 5-6 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ചെറിയ രീതിയിൽ പൂപ്പൽ കണ്ടേക്കാം. ആ സമയത്ത് നമുക്ക് പ്രഷർ വാഷ് ചെയ്ത് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ശരി, ഞാൻ അത് കൂടെ ചോദിക്കാൻ വരികയാണ്. ഒന്നും കൂടെ അടിച്ച് കാണിച്ചാൽ ഗ്രാനുവൽസ് തെറിച്ച് പോകുന്നുണ്ടോ എന്നുള്ളത്. അതെ, അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് അത്രയും പ്രഷറിലാണ് നമ്മൾ അടിക്കുന്നത്, അത്രയും പ്രഷറിൽ അടിക്കുന്നത്. ഗ്രാനുവൽസ് ഒന്നും സംഭവിക്കാനില്ല, പോകുന്ന ഇത് കാണാനില്ല. ഇല്ല, അത്രയും സ്ട്രോങ് ആണ്. അതില് പിടിച്ചാൽ നമുക്ക് വാഷ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രഷർ വാഷ് ചെയ്താൽ തന്നെ ഇല്ല, വേറെ എന്തെങ്കിലും കെമിക്കലോ കാര്യങ്ങളൊന്നും വേണ്ട. ഇല്ല, ഒന്നും ആവശ്യം. പ്രഷർ വാഷ് ചെയ്താൽ ഓൾമോസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ കൂടെ നിങ്ങൾക്ക് പ്രഷർ വാഷ് ചെയ്ത്, കാരണം ഷിംഗിൾസിൽ പ്രഷർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല, ഗ്രാനുവൽസ് തെറിച്ചു പോകും. അപ്പോൾ ഇത്രയാണ് സൗണ്ടും ഇതിന്റെ ഇത്തരത്തിലുള്ള ഒരു ഡ്യൂറബിലിറ്റി, അതുപോലെ പൂപ്പലോ ഡാമേജോ ഒക്കെ പിടിക്കും എന്നുള്ള ചോദ്യത്തിനൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഉത്തരമായിട്ടുണ്ട്. ഇതിന്റെ സ്ട്രെങ്ത്തും കൂടെ നമുക്ക് നടന്നോ അടിച്ചോ നോക്കാം. സൈറ്റിൽ നിന്ന് എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ സ്ലാബിൻ്റെ പുറത്തുള്ളത്. നമ്മൾ സാധാരണ പഴയ വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു പോർഷനിൽ ലീക്ക് വന്നതിന് ശേഷമാണ് ആയിരിക്കും ആളുകൾ മുകളിൽ ഷീറ്റ് ഇടുന്നത്. കാരണം ആ ലീക്കിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ചൂടുകാലം വരുമ്പോഴേക്കും ഫസ്റ്റ് ഫ്ലോറിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി വരും. കാരണം ഇവിടെ ആ ചൂട് കവറായി ഇവിടെ നമുക്ക് എന്താ പറയുക, ഇതൊരു പ്രൊട്ടക്ഷൻ ലെയറായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് കയറുക എന്ന് പറയുന്നത് എപ്പോഴും പ്രയാസമുള്ള കാര്യമാണ്. പകൽ കയറാൻ പറ്റില്ല, കാരണം അതുപോലെ ചൂടായിരിക്കും. ഈ ഷീറ്റൊന്നും ഇത്ര ക്ലോസ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല, ഷീറ്റിൽ നിന്ന് ചൂടടിക്കായിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് എല്ലാ സൈഡും ഇപ്പോൾ തൽക്കാലം കവേർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഹൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഹൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോലും നമ്മളിവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ തൊടുന്ന സമയത്ത്, ഇപ്പോൾ ഒരു 11:30 സമയമൊക്കെ ആയിട്ടുണ്ട്, തൊടുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു റേഡിയേഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മീറ്റർ ഗ്യാപ്പിലാണ് ഇവിടുത്തെ റാഫ്റ്റേഴ്സൊക്കെ പോയിട്ടുള്ളത്. 1 ഇഞ്ചിൻ്റെ പർലിങ്സ് ആണ് ഇവിടെ പോയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് കാണുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ടെറസ് സ്പേസ് ആയതുകൊണ്ട് ഇതിന് വേറെ സീലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ റൂമിൻ്റെ പോർഷനിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസൈനിനെയും നമ്മുടെ ആ ഒരു ഇൻറ്റീരിയറിനൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള സീലിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ കാണാം. ഇത് കണ്ടോ, ഈ രീതിയിൽ നമ്മുടെ റാഫ്റ്റേഴ്സും പർലിങ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യം കാണിച്ചിരുന്നു വെച്ചാൽ ഈ ഭാഗത്ത് നമുക്ക് അടിയിൽ സ്ലാബ് ഉള്ളതുകൊണ്ട് അവർ ഈ ഭാഗത്ത് സീലിംഗ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡബിൾ പെർലിംഗ് ഫോർമാറ്റിൽ നമ്മുടെ റാഫ്റ്ററിൻ്റെ അടിയിലായിട്ട് ഇത്തരത്തിലുള്ള T ആംഗിൾസ് ഒക്കെ കൊടുത്തിട്ട് സീലിംഗ് ടൈലുകൾ നമ്മുടെ ഒത്തിരി പ്രോജക്റ്റുകൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ രീതിയിൽ സീലിംഗ് ടൈൽ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ആ ഒരു എന്താ പറയുക ഇൻറ്റീരിയറിനെ ഇത് ചെയ്യാറ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ തന്നെ കാണാം. നമുക്ക് ആ T ആംഗിളിൽ നമ്മുടെ റൂഫ് ടൈൽ, സീലിംഗ് ടൈൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പർലിങ്ങിൻ്റെ മുകളിലാണ്. അപ്പോൾ ഡോഗ് ടൈലിൻ്റെ സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് നമ്മളെ റൂഫിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ മോനെ ഷീറ്റ് ഉണ്ടാവുക, ഇങ്ങനെ ഷീറ്റ് ഉണ്ടാവുക. ഇത് കണ്ടോ, ഈ പ്രൊഫൈലിൻ്റെ ഒരു ഷേപ്പ് നമ്മുടെ ആ ഒരു പർലിങ് ഇരിക്കാൻ പാകത്തിനുള്ള ഈ ഒരു രീതിയിലെ പ്രൊഫൈൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വയ്ക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊരു നല്ലൊരു സ്ലോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒരിക്കലും ഇത് കൂടെ കയറി അങ്ങോട്ടൊന്നും വരില്ല, വെള്ളം താഴത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ലീക്കിൻ്റെ കാര്യമായി പേടിക്കേണ്ട. അപ്പോൾ ഈ രീതിയിൽ ഫസ്റ്റ് ഷീറ്റ് വെക്കും അല്ലേ. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഇത് ശരിക്കും ഈ സ്പേസിങ് എത്രയാണ് വരുന്നത്? എത്ര mm ആണ്? ഇത് 36.8. 36.8 mm ആണ് ക്ലിയർ ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഷീറ്റ് ഇങ്ങനെ ഇരിക്കും. ഈ അടുത്ത ഷീറ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജോയിന്റ് ഒപ്പം ആവാൻ പാടില്ല, ഒരേ ലൈനിൽ വരാൻ പാടില്ല. മാറ്റി കൊടുക്കും. അത് സെന്റർ ആക്കി കറക്റ്റ് ഇങ്ങനെ സെന്റർ ആക്കിയിട്ടാണോ വെക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ ഇവിടെ നമ്മള് ക്രോസ് കട്ടിനനുസരിച്ച് നമുക്ക് ചെയ്ത് പൊക്കും. അപ്പൊ എന്തായാലും സെന്റർ വെക്കിയത് കാരണം ലീക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒറ്റ ലൈൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൂടെ ലീക്ക് വരാനുള്ള ചാൻസ് വരും. അപ്പൊ ഇവരെ അടുത്ത പീസും കൂടെ വെച്ച് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, അടുത്ത
അടുത്തതൊന്ന് അടിയിൽ വെക്കാം. ഏതാണ്? അങ്ങനെയാണ് വെക്കുക അല്ലേ? ഈ രീതിയിൽ വെക്കുക. ഇനി അടുത്ത ഷീറ്റ് ജോയിന്റ് മാറി. ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഒരു ഇതിൽ വരും. വെച്ച് കൊടുക്കാം. അപ്പൊ ഇനി നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താ? ഇനി ഇവിടെ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കും ഇതിന്റെ അടിയിൽ. ഈ രീതിയിൽ വരും അല്ലേ? ഇതാണ് ഇതിന്റെ ലാപ്പിംഗ്. ഓക്കെ ഓക്കെ. നമുക്ക് സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പേ മോനെ ഇതിന്റെ ഒരു ഓവർലാപ്പ് എത്ര ഉണ്ട്, ആ ലാപ്പിംഗ് എത്ര ഉണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കും. 9 സെന്റിയോളം 9 സെന്റിമീറ്ററോളം നമുക്കിതാ ഇത്രയും ലാപ്പിംഗ് ഓവർലാപ്പിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് 100% ലീക്ക് പ്രൂഫ്. കാരണം എന്തായാലും ഷീറ്റിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങില്ല. വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ ഇങ്ങനെയോ അല്ലെങ്കിൽ തിരിച്ച് മുകളിൽ കയറണം. തിരിച്ചും നമുക്ക് കയറില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മുടെ മറ്റേ ഷീറ്റ് മടങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ചാൻസ് ഉള്ളത് ഇതിലെ കൂടെ കയറാനാണ്. ഇത്രയും ലാപ്പിംഗ് ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ലീക്ക് ഉണ്ടാവില്ല. സോ 100% ലീക്ക് വരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. നമ്മൾ ഇതിന്റെ സ്ക്രൂ ഇടുന്ന സമയത്ത് ഈ സ്ക്രൂ എടുത്തു കഴിഞ്ഞാലും സിങ്കാലും സ്ക്രൂ തന്നെയാണ് ചെയ്യണത് അല്ലേ? അപ്പൊ അതുകൊണ്ട് റെസ്റ്റ് അടിക്കാനുള്ള ചാൻസ് പെയിന്റ് വന്നതിന് കവറിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രൂ ചെയ്ത് കാണാം. അപ്പോൾ ഈ രീതിയിൽ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഷീറ്റിനും സപ്പോർട്ടാണ്, നമ്മുടെ ഈ ഷീറ്റിനും സപ്പോർട്ടാണ്. അപ്പോൾ ശരിക്കും ഒരു ഷീറ്റിന് നമുക്ക് ഒരു സൈഡിൽ എത്ര സ്ക്രൂസ് വരും? 3 വരും. ഒന്ന് ഈ ജോയിന്റിൽ വരും, സെന്ററിൽ വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ വന്നു. ഇനി നമുക്ക് ഇതുപോലെ ഈ ജോയിന്റ് വരുന്ന സ്ഥലത്ത് ഇവിടെ ഒരു സ്ക്രൂ വരും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്, അതായത് ഒരു ഷീറ്റിന് ശരിക്കും 3+3 6 സ്ക്രൂ മൊത്തം ഷീറ്റിന്റെ 2 സൈഡിലും മുഴുവനായിട്ട് നമുക്ക് സ്ക്രൂ വന്ന് പോകാനുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കാറ്റടിച്ചത് പാറിപ്പോവാണെങ്കിൽ വീടടക്കം പറക്കേണ്ടി വരും. ഷീറ്റ് മാത്രമായിട്ട് പാറിപ്പോകാൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല. എൻ്റെ സ്ട്രക്ചറോട് കൂടെ അങ്ങനെയൊക്കെ പറയുന്ന പറഞ്ഞാൽ കൊടുങ്കാറ്റ് വരണം, മറ്റേ വീടോടെ പറക്കണ്ടേ. അല്ലാതെ നിങ്ങളിത് പാറിപ്പോകുന്നുള്ള പേടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹൈ റേഞ്ച് ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് 100% സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ്. ഇതിൻ്റെ ഒരു കോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റിൻ്റെ തന്നെ ഒരു സ്ട്രെങ്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ രീതിയിൽ നോക്കാം. അതായത് ഈ ഒരു ഷീറ്റ് പിടിച്ചിട്ട് നമ്മൾ ഈ രീതിയിലൊക്കെ ബെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക്, കാരണം ഒന്നാമത്തത് ഇതിൻ്റെ ഒരു ഗേജിൻ്റെ ആയിരിക്കും, തിക്നെസ്സിൻ്റെ ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് വന്നിട്ടുണ്ട്. നമ്മൾ നോർമൽ ഷീറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബെൻഡായി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഹാമറൊക്കെ ചെയ്ത് നോക്കാം. നോർമലായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഈ രീതിയിൽ ഇമ്പാക്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി ശക്തി ഇല്ല എന്നൊന്നും പറയരുത്. മാക്സിമം തന്നെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഡീഫോർമേഷൻസ് ഇങ്ങനെയാണ്. ഷീറ്റ് പൊട്ട് ഒന്നും ഉണ്ടായിട്ടില്ല കണ്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഇമ്പാക്റ്റ് വന്ന സ്ഥലങ്ങൾ കണ്ടോ. ഷീറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കൂടെ ഒന്ന് നടന്നു നോക്കാം ഷീറ്റിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. ഈ രീതിയിൽ നമുക്ക് നടക്കാം ഷീറ്റിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്ട്രെങ്ത്, കാരണം നമ്മൾ ഈ പർപ്പസിലൊന്നും അല്ല ഷീറ്റുകൾ യൂസ് ചെയ്യണത്, എന്നാലും നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെങ്ത് കാണാമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് നമ്മുടെ സ്ലാബിൻ്റെ മുകളിലിട്ട് നടക്കുന്നത് ഹാമർ ചെയ്തൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് ഈ പർലിങ്ങിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്തായിരിക്കും എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇത് കണ്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴും ഇത് നടക്കണത്. അപ്പോൾ ഇവരുടെ അടുത്ത് നടന്നു നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നടന്നു നോക്കാൻ തൽക്കാലം എനിക്ക് പേടിയായതുകൊണ്ട് നമ്മൾ ഇവരെ തന്നെ നമുക്ക് ഈ റൂഫിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നടത്തിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഷീറ്റിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് പുള്ളി നടക്കുന്നത്. അപ്പം നമുക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആണ് നമുക്ക് ഒന്ന് ചവിട്ടി നോക്കാം. ഇത് കണ്ടോ, ഇത് പെർലിൻ വരുന്ന സൈഡാണ്. ഇതിൻ്റെയൊക്കെ സെൻറ്ററിലൊക്കെ ചവിട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടോ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് കിട്ടുന്നത്. വാലി പോർഷനാണത് കണ്ടോ, 2 റൂഫും കൂടെ വന്ന് നിൽക്കുന്ന പോർഷനാണ്. അപ്പോൾ ആ വാലി നിങ്ങൾ അടിയിൽ അങ്ങനെ വെക്കും അല്ലേ? എന്നിട്ട് എങ്ങനെയാണ് ഷീറ്റ് മുകളിലേക്ക് വെക്കുന്നത്? ഷീറ്റ് ഇതാ ഈ രീതിയിൽ, ആ രീതിയിൽ ഷീറ്റ് അതിൻ്റെ മുകളിലേക്ക് വരും. ഇത്ര ഗ്യാപ്പ് ഇട്ട് വെക്കണം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആ വാലിയിൽ അവിടെ സ്ക്രൂ ചെയ്യില്ലേ? അവിടെ സ്ക്രൂ ചെയ്യും. അപ്പോൾ അവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലും സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാലി കൂടെ, കാരണം നമ്മൾക്ക് ഈ എന്താ പറയുക ഇതിന് കുത്തോ, നമ്മൾ മലയാളത്തിൽ വേറെ എന്തൊക്കെയോ വാക്കുകൾ ഞാൻ മറന്നുപോയി. കുത്തൊഴുക്ക് വരുന്ന സ്ഥലത്ത് സാധാരണ അവിടെയൊക്കെയാണ് ലീക്ക് വരിക. കാരണം റൂഫ് ടൈൽ ഇടുന്ന സമയത്ത് നമ്മൾ അലൂമിനിയം ഷീറ്റൊക്കെയാണ് ബെൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഈ വാലീസിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് വെള്ളം. നിങ്ങൾ ഒന്നും കൂടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഡിസൈൻ ഒരു ഡീറ്റെയിൽ കാണും. മോനെ ആ അറ്റ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്ക്. കണ്ടോ ആ വാലീൻ്റെ അറ്റ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വെള്ളം അത് കൂടെ ചാടിയിട്ട് അങ്ങ് ഉള്ളിലേക്ക് വരുന്ന സാഹചര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നല്ല ലെങ്ത്തുള്ള വാലീസ് ഒക്കെ വരുമ്പോൾ നല്ല കുത്തൊഴുക്ക്, നല്ല മഴയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു സ്പെസിഫിക് ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു സിംഗിൾ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഇത്രയും തിന്നായിട്ടുള്ള റൂഫിംഗ് ഷീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എൻഡ് ഒരു നീറ്റ്നെസ് വരെയുള്ള ചാൻസ് നമ്മൾ നോക്കിയത് ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം ഇതേപോലെയാണ് എൻ്റെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കാണാൻ ഒരിക്കലും വൃത്തി ഉണ്ടാവില്ല.
അപ്പോൾ നമ്മൾ ഹിംഗിൾസിലൊക്കെ പലപ്പോഴും GI ട്യൂബൊക്കെ വെച്ച് അതിനൊരു ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഈ ഡോക്ടൈൽ ഷീറ്റിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാർജ് ടൈല് അത്തരത്തിലൊരു പ്രൊഫൈൽ പോലെ ഒരു സാധനം വരുന്നുണ്ട്. ഇതല്ലേ മോനെ സാധനം? ഇതാണ് ഇവരുടെ ബാർജ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ട്യൂബൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് ഈ ബാർജ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റൂഫ് ഭംഗിയായിട്ട് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിൽ സീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ എൻഡ് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഈ രീതിയിൽ മടങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ സീലിംഗ് വന്നിട്ട് ഇതിൻ്റെ അകത്തേക്കൊക്കെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷനായിട്ട് നമുക്ക് ഈ ബാർജസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതായാലും സൈറ്റിൽ നിന്ന് നല്ല ഉച്ച സമയത്ത് തന്നെ പോയതുകൊണ്ട് സൈറ്റിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക മനസ്സിലാക്കാനായിട്ട് പറ്റി. നിങ്ങൾക്ക് മനസ്സിലായി തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ അടുത്തൊരു കാര്യം നമുക്ക് ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമുക്കിത് എവിടെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, എങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്, വിളിച്ചാൽ മതിയോ, നിങ്ങൾ ഒരു പ്രൊസീജിയർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെങ്കിലും ഇനി കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം, കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ചെയ്യും, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, നമ്മൾ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ വന്ന് വിളിക്കുന്നത്? നമുക്കൊരു 1 month മുന്നേ അറിയിച്ചാൽ കുറച്ചുകൂടി നന്നാവും. കാരണം ഇത്രയും കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്ട്രക്ചർ റൂഫിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ റൂഫ് ചെയ്യുന്ന പോർഷൻ്റെ ഒക്കെ ഒരു മേസണറി വർക്കോ അതിന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ റൂഫിംഗ് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. നേരെ കോൺടാക്റ്റിൽ വിളിച്ച് ഇവരെ വന്നിട്ട് അപ്പോൾ ഇതിന്റെ ഒരു കാറ്റലോഗ് നിങ്ങൾ അയച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ സാമ്പിൾസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സൈറ്റിൽ എത്തിക്കാം. എവിടുന്ന് വിളിച്ചാലും അവിടെ എത്തിക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സൈറ്റിൽ വന്ന് നിങ്ങൾക്ക് ഇതിന്റെ ഒരു സാമ്പിൾസും ഇതിന്റെ ഒരു കളർ കാറ്റലോഗും എല്ലാം കണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങൾ ചൂസ് ചെയ്യാം. നിങ്ങൾക്കൊരു ഫാബ്രിക്കേഷൻ ടീം ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം. ഇനി അതല്ല എൻറ്റയർ സപ്പോർട്ട് ഫൈസലിന്റെ ടീം എന്താ പറയുക വന്ന് അപ്പോൾ അതിന്റെ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളൊരു ആവറേജ് പറഞ്ഞു. ഓരോ സൈറ്റ് അനുസരിച്ചിട്ടും അവിടെ ഡബിൾ പർലിംഗ് ആണോ അല്ലെങ്കിൽ സീലിംഗിൽ എന്തെങ്കിലും വരുന്നുണ്ടോ അനുസരിച്ചിട്ട് അതിന്റെ കോസ്റ്റ് ഒക്കെ മാറിയേക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. വേറെ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ ഫൈസലിന് പറയാനുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ യൂസിന് പറഞ്ഞു കൊടുക്കാം. ഇല്ല, റൂഫിങ്ങിൽ ഈ ഒരു ഇതിലേക്ക് വരുന്നതിന് ഒരു 1 month മുന്നേ നിങ്ങളെ വിളിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഡോക്ടൈലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ഡോക്ടൈലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം നമ്മളാണ് ഇത് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 8 വർഷത്തിന് മുന്നേ. നമ്മൾ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള എക്സ്പീരിയൻസിൽ പ്രോഡക്റ്റ് ഇതിന് വല്ല വേറൊരു പ്രോഡക്റ്റ് മാർക്കറ്റില്ല. 100% ന്യൂസിലൻഡ് ടെക്നോളജിയിൽ വരുന്ന റിവ്യൂ ചെയ്തതിനകത്തും നമുക്ക് ആ ഒരു ഡ്യൂറബിലിറ്റി ഫീലും അതിന്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഒരുപാട് സൈറ്റുകൾ. ശരി, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. വിളിച്ചതിന് ശേഷം നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് അത് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുക എന്നുള്ളതാണ് ഞാൻ ഡെഫിനറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ തുടർന്നും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഇത് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള അടുത്ത വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.